ചായ ഓ ചായ നിങ്ങളാക്കിക്കോ ആണോ? അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു വരനെ കണ്ടെത്തണം അല്ലേ? അതാണ് നമുക്ക് വേണ്ടിയത്. അപ്പൊ ഇവിടുത്തെ എല്ലാ ജോലികളും റംലത്ത് അടിപൊളിയായിട്ട് ചെയ്യും. ഈ വീടിന്റെ വൃത്തി കണ്ടാൽ എനിക്ക് മനസ്സിലാവും, എല്ലാം നല്ല രീതിയിൽ അടുക്കി വെച്ച്. കല്യാണം എന്ന് പറയുന്നത് ഓരോ പെൺകുട്ടിയുടെയും ഓരോ പുരുഷന്റെയും ഒരു സ്വപ്നമാണ്. ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ പറഞ്ഞു വരുന്നത് നീ വലുതായി കല്യാണം കഴിക്കാനുള്ളതാണ് എന്നൊക്കെയുള്ള കുറെ കോൺസെപ്റ്റുകളിലാണ് ഓരോ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വളർത്തുന്നത്. അപ്പൊ ഈ കല്യാണ കോൺസെപ്റ്റിൽ ഒരു പെൺകുട്ടിക്കാണെങ്കിൽ തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് എന്തായിരിക്കും? എന്റെ ഭർത്താവിന് നല്ല ഉയരം വേണം, നല്ല സ്ലിം ആയിരിക്കണം, താടി ഉണ്ടായിരിക്കണം, മെലിഞ്ഞിരിക്കണം, സുന്ദരനായിരിക്കണം, സുമുഖനായിരിക്കണം, നല്ല സ്വഭാവമുള്ള ആളായിരിക്കണം, കാശുള്ളവനായിരിക്കണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതുപോലെ ഒരു ആൺകുട്ടിയെ കുറിച്ചാണെങ്കിലോ അയാളുടെ സ്വപ്നങ്ങൾ എന്തായിരിക്കും? എനിക്ക് വരുന്ന പെൺകുട്ടിക്ക് നല്ല നീളമുള്ള മുടി ഉണ്ടായിരിക്കണം, വട്ട കണ്ണായിരിക്കണം, ഉരുണ്ട മുഖമായിരിക്കണം, നല്ല പൊക്കുണ്ടായിരിക്കണം, അങ്ങനെ പല രീതിയിലുള്ള സ്വപ്നങ്ങളായിരിക്കും ഓരോ പുരുഷനും ഓരോ സ്ത്രീക്കും ഉണ്ടാവും. ഇനി ഇതൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരുടെ സ്വപ്നങ്ങൾ അതല്ലെങ്കിൽ കല്യാണം എന്ന് പറഞ്ഞ സ്വപ്നം പലപ്പോഴും യാഥാർത്ഥ്യമാകാറില്ല. അത് ജനിക്കുന്ന ആ ഒരു പടി തന്നെ കുഴിച്ച് അവർ മരിക്കുന്നതോടുകൂടെ അത് മണ്ണാകുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. ആൻഡ് മൈ ഡിയേഴ്സ്, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഞാനിപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തുറന്ന സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്നാണ് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഒരു ഹംസ എന്ന് പറഞ്ഞ ഒരാളാണ് അതിനകത്ത് വീഡിയോസ് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഡിഫറെൻറ്റ് മാരേജസ് തന്നെയാണ്, അതായത് സുഖമില്ലാത്ത, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമുണ്ട്, അപ്പം നമ്മളത്ര സുഖമില്ലാത്ത എന്ന് സമൂഹം വിലയിരുത്തുന്ന ചില ആളുകളുടെ, പുരുഷനാകട്ടെ സ്ത്രീ ആവട്ടെ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക മാട്രിമോണിയൽ യൂട്യൂബ് ചാനലാണ് ഈ ഒരു ഡിഫറെന്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്നുള്ളത്. അപ്പം അതിനകത്തുള്ള ഒരു കുഞ്ഞു വീഡിയോയുടെ ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കല്യാണ വീഡിയോ ഇട്ടിട്ട് 24 മണിക്കൂർ ആകുന്നതിന് മുമ്പിട്ട് കല്യാണം റെഡിയായത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നലെ കറക്റ്റ് വൈകിട്ട് 7 മണിക്കാണ് വീഡിയോ ഇട്ടത്. ഇന്ന് രാവിലെ 10 മണി ആകുന്നതിന് മുമ്പിട്ട് തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കല്യാണം റെഡിയായി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഇതിൽ പര സന്തോഷം എന്താണല്ലേ നമുക്ക് ഉണ്ടാകേണ്ടത്? ഒരുപാട് സന്തോഷമുണ്ട്. ആരതാണ് എന്നല്ലേ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, അപ്പോൾ കാണാത്തവരുണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് ആളെ ഒന്ന് കാണിച്ചു തരാം ആരതാണ് എന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിൽ തോണിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ വന്നത് റംലേനെ കാണാനാണ്. റംലയ്ക്ക് അരക്ക് താഴോട്ട് ചലന ശേഷിയില്ല, വീൽ ചെയറിലാണ്. ഇതാണ് കേട്ടോ റംലത്ത. ഓ ചായ ഓ ചായ നിങ്ങളാക്കിക്കോ ആണോ? അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു വരനെ കണ്ടെത്തണം അല്ലേ? അതാണ് നമുക്ക് വേണ്ടിയത്. അപ്പൊ ഇവിടുത്തെ എല്ലാ ജോലികളും റംലത്ത് അടിപൊളിയായിട്ട് ചെയ്യും. ഈ വീടിന്റെ വൃത്തി കണ്ടാൽ എനിക്ക് മനസ്സിലാവും, എല്ലാം നല്ല രീതിയിൽ അടുക്കി വെച്ച്. അതെ ഫ്രണ്ട്സ്, റംലത്താൻ്റെ കല്യാണം റെഡി ആയിരിക്കുകയാണ് കേട്ടോ. കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കല്യാണ ആലോചന വന്നത്. എന്നെ ഒരു കറക്റ്റ് ഒരു 10 മണിയായിട്ടായപ്പം വിളിച്ച് പറഞ്ഞിരുന്നു, ഇതുവരെ 59 കോള് വന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ അതിൽ തന്നെ കുറേ പേര് പിന്നെ അനാവശ്യമായിട്ട് വിളിക്കുന്നവരുണ്ട്. പക്ഷേ നല്ല രീതിയിലുള്ള ആൾക്കാരതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുടുംബത്തൊന്നും ഇങ്ങനെ പറഞ്ഞിനു എന്നൊക്കെ പറഞ്ഞിനു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ തന്നെ അത് കൺഫേം ആയിട്ട് വീഡിയോ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ റംലത്താൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആലോചന വന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. പിയാപ്പിള ഗൾഫിലാണ് കേട്ടോ ഉള്ളത്. 1 വർഷം കഴിഞ്ഞിട്ടാണ് അവരുടെ വിവാഹമൊക്കെ ഉണ്ടാവുക. ഇതിനകത്ത് ഈ മനുഷ്യൻ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞതിനെ കുറിച്ചാണ്. വീഡിയോ പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം ആളുകൾ ഈ ഒരു വീഡിയോ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ഇതുപോലെയുള്ള പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ കല്യാണത്തെക്കുറിച്ച് സ്വപ്നം പോലും കാണാനുള്ള അവകാശമില്ല. നീ ഇങ്ങനെയാണ്, കൈയില്ല കാലില്ല, അല്ലാന്നുണ്ടെങ്കിൽ പാരലൈസ്ഡ് ആണ്, ഒരു ഭാഗം തളർന്നു, ഇങ്ങനെയുള്ള പെൺകുട്ടിയൊക്കെ ഒന്നും കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. പുരുഷന്മാരാകട്ടെ, പുരുഷന്മാർക്ക് പിന്നെയും കുറച്ചുകൂടെ മേൽക്കോയും വേണ്ട, അവർക്ക് പിന്നെയും പെൺകുട്ടികളെ കിട്ടും. പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സ്വപ്നമേ ഇല്ല. അങ്ങനെയുള്ള ഒരു ലോകത്താണ് ഇതുപോലെയുള്ള യൂട്യൂബ് ചാനൽസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ നമുക്ക് കാണാൻ പറ്റും, ആ ഒരു പെൺകുട്ടിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു കല്യാണം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് അവിടെ പൂവണിയുന്നത്. കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വപ്നമുണ്ട്, സ്വപ്നമില്ലാത്തൊരു മനുഷ്യന്മാരും ഇല്ല അല്ലേ? ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വപ്നമുണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ സ്വപ്നമാണ് ഈ ഒരു വീഡിയോയിലൂടെ എന്താ പറയുക
ഫുൾഫിൽ ആയതല്ല എന്നുണ്ടെങ്കിൽ പൂർത്തീകരിച്ചത് എന്ന് നമ്മൾക്ക് പറയാം. ഓക്കെ, പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, ആളുകൾക്ക് പെട്ടെന്ന് തന്നെ കല്യാണം റെഡിയാവും, ഒരു പ്രശ്നമില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾക്കും ചില ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ആ ക്ലിപ്പ് കണ്ടിട്ട് തിരിച്ചു വരാം. പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ വീഡിയോ എടുത്ത കുറച്ച് ആൾക്കാരോട് ഞാനിങ്ങനെ വീഡിയോ തന്നെ പറയലുണ്ട്, ആർക്കും ഫോട്ടോസ് കാര്യങ്ങളൊന്നും അയച്ചു കൊടുക്കരുത് എന്നുള്ളത്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇപ്പോൾ വീഡിയോ കണ്ട് വിളിക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർ വിളിച്ചിട്ട് ഫോട്ടോ അയച്ചു തരണമെന്ന് പറയും. അപ്പോൾ ഇവർ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ല ഫോട്ടോ ഒന്നും അയച്ചു തരില്ല, കാരണം നിങ്ങൾ വീഡിയോയിൽ കണ്ട് ഇഷ്ടപ്പെട്ടതാണല്ലോ, ഇനി ഒരു ഫോട്ടോൻ്റെ ആവശ്യമില്ലല്ലോ, ഇനി നേരിട്ട് വന്ന് കണ്ടാൽ പോരെ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കും. അപ്പോൾ വിളിച്ച ആൾ ചോദിക്കാമല്ലോ, അങ്ങക്ക് ആ വീഡിയോ ചെയ്ത വ്ളോഗറാണോ വലുത് അതോ കല്യാണം കഴിക്കാൻ വരുന്ന ഞാനാണോ വലുത് എന്നൊക്കെ. അങ്ങനെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഇനിയിപ്പോൾ നേരിട്ട് പോവാണ് വേണ്ടേ, ഇനിയൊരു ഫോട്ടോ കണ്ട് ആ ഫോട്ടോ കണ്ടാലാണോ നിങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നുക? അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ആർക്കെങ്കിലും കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിച്ചാൽ പോരെ. അപ്പോൾ ആ കാര്യം അങ്ങനെ വരുന്നവരെ ഒന്നും വലിയ രീതിയിൽ ആരും വിശ്വസിക്കേണ്ട. അതൊന്നും ആരോടും നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, പെൺകുട്ടീനോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഫോൺ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല, വീട്ടുകാരോടാണ് സംസാരിക്കേണ്ടത്. ഇനിയിപ്പോൾ നേരിട്ട് വന്ന് ഉറപ്പിച്ചിട്ടൊക്കെ സംസാരിക്കുക അങ്ങനെ എന്നല്ലാണ്ട് അപരിചിതരായ ഒരാളോട് പിന്നെ സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടീൻ്റെ അടുത്ത് ഫോൺ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചാലും അതിൻ്റെ ആവശ്യമില്ല. നല്ലോണം ഉള്ളവരാണെങ്കിൽ കുടുംബക്കാരെയൊക്കെ പറഞ്ഞേച്ച് അഡ്രസ്സൊക്കെ തന്ന് നേരിട്ടിങ്ങി വരൂ. ഇല്ലാണ്ട് ഇങ്ങനെ കാലം കഴിച്ച് ഇങ്ങനെ പഞ്ചാര അടിക്കുവാനാണെങ്കിൽ ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിളിച്ചിങ്ങനെ നീട്ടി കൊണ്ടുപോകും. അപ്പോൾ ഈ കല്യാണ വീഡിയോ എടുക്കുന്ന ഇവരായിരിക്കും ഇത്രയും കാലമായിട്ട് ആലോചനകളൊക്കെ വരാണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനിപ്പോൾ മിസ്സായി പോകണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞ പോലും നമ്മൾ ഇഷ്ടമില്ലാണ്ട് പോയാൽ എൻ്റെ ഒരു കല്യാണം മിസ്സാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന ചില പാവപ്പെട്ട ആൾക്കാരുണ്ട്. അവരോടും കൂടിയാണ് പറയുന്നത്, ഉടായ്പകളാണ് അതൊക്കെ. ധൈര്യമായിട്ട് നിങ്ങളതിൽ താല്പര്യം ഇല്ല എന്ന് തന്നെ അങ്ങ് പറഞ്ഞു. അങ്ങനെയുള്ള ഒരാൾ കെട്ടാത്ത തന്നെയല്ലേ നല്ലേ. ഇങ്ങനെ ആത്മാർത്ഥത ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റിങ് വരും, കുടുംബക്കാരെയൊക്കെ കൂട്ടി ഡയറക്റ്റിങ് വരും. ഇല്ലാത്തൊക്കെ ഇങ്ങനെ കാലം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇതാക്കുന്നതാണ്, വെറുതെ പഞ്ചാര അടിച്ച് നടക്കും. അങ്ങനെയുള്ള ഒരുത്തനെ അടുപ്പിക്കരുത്. ഇത് തീർച്ചയായിട്ടും ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്. എല്ലാവരും നല്ലവരൊന്നും അല്ല, ഒരുപാട് മോശപ്പെട്ട ആളുകൾക്കിടയിലൂടെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് മുമ്പോട്ട് പോകുന്നത്. പല സമയത്തും ഇദ്ദേഹത്തിന്റെ വീഡിയോസിന് റോങ് ആയിട്ടുള്ള റിപ്ലൈസ് വരാറുണ്ട്. ചില ആളുകൾ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ഇങ്ങനെയുള്ളത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ പാവപ്പെട്ട കൂട്ടത്തിൽപ്പെടുന്ന ആളുകളാണല്ലോ, ഈ മേൽക്കോയ്മ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളെക്കാൾ താഴെ നിൽക്കുന്ന ആളുകളാണല്ലോ ഇതുപോലെയുള്ള ശരീരം കൊണ്ട് വയ്യാത്ത ആളുകൾ. അപ്പൊ ഇവര് ശരീരം മാത്രമല്ല കേട്ടോ, മാനസികമായിട്ട് വയ്യാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇദ്ദേഹം സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇതിലുള്ള പെൺകുട്ടികളെ ഇങ്ങനെ ചുമ്മാ വിളിച്ച് അവരെ ശല്യപ്പെടുത്തുക ചില ആളുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും ജെനുവിൻ കേസസും വരും. അപ്പോൾ ഈ ജെനുവിൻ കേസസ് ഏതാണ്, അതുപോലെ തന്നെ ഫ്രോഡ് കേസസ് ഏതാണെന്ന് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്തത്രയും അത് ഇന്റർവിങ്കിൾഡ് ആയിരിക്കും. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഈ പെൺകുട്ടികളെ വിചാരിക്കും എനിക്ക് വരുന്ന ഒരു പ്രപ്പോസലിന് ഇത് കാരണം മുടങ്ങണ്ട എന്ന് വിചാരിച്ച് നിന്ന് കൊടുക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഫോട്ടോസോ നിങ്ങളെ പേഴ്സണൽ ഡീറ്റെയിൽസോ ഒന്നും അയച്ചു കൊടുക്കരുത്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ വന്ന് പെണ്ണ് കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ കല്യാണം നടത്തുക. അതല്ലാതെ ഫോണിലൂടെയുള്ള കുറേ കാലത്തെ കോണ്ടാക്ട്സും കാര്യങ്ങളൊന്നും വെക്കരുത് എന്നതിനകത്തിലോ ഈ ഒരു വീഡിയോക്കകത്ത് തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ സത്യത്തിൽ പറഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ ഡ്രോബാക്സ് ഉണ്ട് കേട്ടോ. അപ്പം അതൊഴിച്ചാൽ, ആ ഡ്രോബാക്സ് ഒഴിച്ചാൽ ഏറ്റവും നല്ല കുറേ കാര്യങ്ങൾ നടക്കുന്നത്. കാരണം കുറേ പെൺകുട്ടികൾക്ക്, കുറേ പുരുഷന്മാർക്ക് കല്യാണങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇതുപോലെ മോശമായിട്ട് പെരുമാറുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഇവർ നമ്മളത്ര പ്രിവിലേജ് ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ അവരെ ഒന്നും കൂടെ ഇമോഷണലി ഹോണ്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓരോ ആളും ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള ആളുകളുടെ ഇമോഷൻസ് വെച്ച് കളിക്കരുത്. അവർക്കും ഒരു ജീവിതമുണ്ട്, അവർക്കൊരു മനസ്സുണ്ട്. ആ മനസ്സ് കാണാൻ വേണ്ടി ശ്രമിക്കുക. പറ്റുകയാണെങ്കിൽ അവർക്കൊരു കല്യാണം കൊടുക്കാം, അതൊക്കെയാണ്. പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഉദ്ദേശം പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 കല്യാണമെങ്കിലും നടത്തണം എന്നുള്ളത്. അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഇങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള 1000 കല്യാണമെങ്കിലും നടത്തണമെന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. ഇവരുടെയൊക്കെ വിവാഹം നടക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. വിവാഹം നടക്കുക, അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം. ഒരുപാട് എതിർപ്പുകൾക്കും ഇടയിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. പല രീതിയിലുള്ള കളിയാക്കലുകളും ബ്രോക്കർ അത് ഇത്, ഇപ്പം ആഖിറി പണിയെല്ലാം വിറ്റ് പെണ്ണുണ്ടായി കൊടുക്കല, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലവിടെ, ഇവരെല്ലാം കെട്ടുവാനാര് വരുവാനാ എന്ന് തുടങ്ങിയ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ എനിക്ക് വരാറുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അതിൻ്റെയൊക്കെ ഒരുപാട് അപ്പുറത്താണ് ഇവരുടെ വിവാഹം നടക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം.
അതിൻ്റെ അടുത്ത് നിങ്ങളെ നെഗറ്റീവ് ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളെ സമയം പോക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടയിലേക്ക് കാണാണ്ട് ഒഴിവാക്കി എന്നെ വിട്ടേക്ക്. ഞാൻ ഈ കാര്യം തുടരുക തന്നെ ചെയ്യും. എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതിലെത്തും വരെ ഞാനിത് തുടരുക തന്നെ ചെയ്യും. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 1000 ഡിഫറെൻ്റ്ലി ഏബിൾഡായ മക്കളുടെ വിവാഹം നടത്തുക നമ്മുടെ ഈ ചാനൽ വഴി. എന്നിട്ട് ചിലപ്പോൾ ഞാൻ ഇത് നിർത്തിയേക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യായതുകൊണ്ട് അത്രേ ചെയ്യാൻ പറ്റൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനൽസ് കണ്ടിട്ടുണ്ട്. വ്ളോഗേഴ്സ്, റിയാക്ഷൻ വീഡിയോസ്, ട്രാവൽ വ്ളോഗേഴ്സ്, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരെണ്ണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. വളരെ യുണീക്കായിട്ടുള്ള, എന്നാൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, സൊസൈറ്റിക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു യൂട്യൂബ് ചാനലാണിത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല, യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് റിയാക്ട് ചെയ്യുന്നതിലൂടെ കുറച്ചധികം ആളുകളിലേക്ക് അതെത്തും. അപ്പോൾ ഇതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. കാരണം സമൂഹത്തിൽ ഇതുപോലെയുള്ള ആളുകൾക്ക്, അതായത് ഈ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പ്രയാസപ്പെടുന്ന ആളുകൾക്കും കല്യാണം എന്ന് പറയുന്നത് അവർക്കും ആഗ്രഹിക്കാമല്ലേ. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സമൂഹത്തിൽ ഒരു സോഷ്യൽ സർവീസ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് സപ്പോർട്ട് ചെയ്യണം അല്ലേ, ഡെഫിനറ്റ്ലി. അപ്പോൾ നിങ്ങളൊക്കെ ഒരു യൂട്യൂബ് ചാനൽ പോയി വിസിറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് പേർക്കെങ്കിലും അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും നമ്മുടെ ഒരു ഷെയർ കൊണ്ട് ഒരു പുതിയ ജീവിതം കിട്ടിയാൽ അതല്ലേ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എന്താ പറയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു നല്ല സപ്പോർട്ട് നമുക്ക് കൊടുത്തുകൊണ്ട് ആ ഒരു ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് താഴെ കമൻറ്റ് ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാൻ. ബൈ.